സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഈ മിമിക്രി എന്ന ശബ്ദാനുകരണ കലയിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് ചില രാഷ്ട്രീയ നേതാക്കളുടെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കിയാലോ. തുടക്കത്തിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിൽക്കാലത്ത് അന്തരിച്ച നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി. ഗവൺമെന്റ് എന്ന് പറയുന്നത് അതായത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഗണത്തിൽ വന്നതിൽ പിന്നെ മുല്ലപ്പെരിയാർ പോയിട്ട് ഗണത്തിൽ ആരും തന്നെ സംസാരിക്കാനില്ലാത്തതാണ് ഗവൺമെന്റിന്റെ കുഴപ്പം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് മാറിയാലേ ഭരണകൂടം നന്നാവൂ എന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ ജാതി മതഭേദമെന്നില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, മഞ്ഞ, നിങ്ങൾ മഞ്ഞ തന്നെ എപ്പോഴും നോക്കിയിരിക്കുക. മഞ്ഞ എന്തു നോക്കിയാലും മഞ്ഞ. വിഷുവിന് കണിക്കൊന്നക്കകത്ത് മഞ്ഞ അതൊരു വല്ലാത്ത നിറവാ. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു മാസ് ഡയലോഗുമായി വന്നു. RSSകാരോട് എനക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന ഈ ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ പെട്ടെന്നൊരു ദിവസം നക്ഷത്രം പൊട്ടി വീഴുന്ന കണക്ക് പൊട്ടി വീണതല്ല. നിങ്ങളെ അറിയാത്ത ആളുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. हमारा जीवन और हमारे कामयाब परेशान हो गया मित्रों। आज साहब के लिए पसंद पूरी करती है तो तकलीफ होगी, निराशा होगी. ഇനി ചില നടീനടന്മാരുടെ സൗണ്ട് കൂടിയായാലോ. തുടക്കത്തിൽ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ പ്രേം നസീർ. അമ്മാവ, ഷൗഡാമിനി എനിക്കെൻ്റെ പെങ്ങളെ പോലെയാണ്. ഞാനും അടിച്ചു വിലക്കരിച്ചാനും ആ തമ്മിൽ ഇഷ്ടത്തിലാണ്. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അമ്മാവ പറഞ്ഞു കൊടുക്കും അമ്മാവ, അമ്പട ചിൻചിന്നാക്കിടി. ഇനി മലയാള സിനിമകളിലെ പ്രേമികളുടെ പ്രിയപ്പെട്ട നടി ഷീല. അയ്യോ, എൻ്റെ കൊച്ചുമുതലാളി എന്നെ എങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ. മുതലാളി ഇല്ലാത്ത എൻ്റെ ജീവിതം അയ്യോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇനി മറ്റൊരു പ്രിയ നടൻ എന്നുപരി മഹാനടൻ ജയൻ. What did you say? Huli, trolley pullers. But we are not beggars. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗുണ എന്ന് പറഞ്ഞ സിനിമയിൽ കൺമണി അൻപോടുന്ന കാതൽ എന്ന പാട്ട് കമലഹാസനും ജാനകി അമ്മയും പാടിയപ്പോൾ അതിൽ കമലഹാസൻ വന്നിട്ട് പറഞ്ഞു, കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും ലെറ്റർ മട ഒന്ന് പോഴ് എന്ത് കവിത സെഞ്ചിട്ടാ. ഇനി ജാനകി അമ്മ പാടി, കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കവിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ நான் வந்து சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அது எழுக நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலில் நான் எழுதும் கவிதமே. ബോളിവുഡ് കിങ് ഷാറുഖ് ഖാൻ. मेरी काजल, ये मेरी दिल की धड़कन, पसूलों पर चाहिए टकराना जरूरी है. मंदा जिंदा हो तो जिंदा नजराना जरूरी है. मंदा हो तो जिंदा हो. ഇനി ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒരു സമയത്ത് കേണുവാണിരുന്ന പ്രിയ നടൻ റിയാസ് ഖാൻ.
ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം എണ്ട ചിലവ്. എല്ലാരും അടിച്ചു കയറി വാ. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി വന്നയാ, ഒന്ന് അടിച്ച് കേറി വരാൻ. തലൈവർ രജനീകാന്ത്. இங்க நான்டா கிங். நான் வச்சட்ட ரூல்ஸ், அந்த ரூல்ஸ் ஸ்டெப் அப்பப்ப மாத்திட்டு இருக்க. அது கட்சி தனிப்பட்டி ஃபாலோ பண்ணுவ. அது விட்டுட்டு எதாவோ அதாவோ பண்ணி நடச்ச உன்னை கண்டம் துண்டமா வெட்டி களைச்சு போட்டுருவேன். ஹுக்கும் டைகர் கா ஹுக்கும். മറ്റൊരു ട്രെൻഡിങ് നടൻ, എന്നാൽ നാണക്കേടിന്റെ കൂട്ടിൽ വന്ന സിനിമാ നടൻ ബാല. നിങ്ങൾക്ക് ചോദിച്ചിട്ടാ, ನಾನು ಪೃಥ್ವಿರಾಜ್, ಉಣ್ಣಿ ಮೂಂಟ, ನಾನು ಮೇನನ್ ಎಲ್ಲರೂ കൂടി ഒരു സിനിമ ചെയ്യുന്നുണ്ട്. എനിക്ക് പാട്ട് തേവയില്ല. ನಾನು സ്പട്ടെ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് wrong. Why are you disturbing my peace? You always disturbing my peace. Definitely it's wrong. This is wrong. ഇനി ചില പ്രകൃതി രമണീയങ്ങളായ സംരംഭങ്ങൾ കേട്ടു നോക്കാം. ആദ്യമായി തീറ്റ തേടി നടന്ന് എന്നാൽ ഭ്രാന്ത് പിടിച്ചു നടക്കുന്ന കോഴി. തോട്ടിന്റെ പക്കത്ത് ആർത്തുലസിച്ച് നടക്കുന്ന താറാവ്. ഇതുപോലെ തന്നെ ജനിച്ചു വീണ പിഞ്ചു കുഞ്ചിന്റെ കരച്ചിൽ. മരം മുടിക്കുന്ന മെഷീൻ കട്ടർ. ഇനി ചില ബീറ്റ് ബോക്സ് ആയാലോ? ഇത്രയും പറഞ്ഞുകൊണ്ടും ഇത്രയും അവതരിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ മിമിക്രി ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.